വിഷ്ണുജിത്ത് തിരോധാനത്തിൽ അന്വേഷണം. മലപ്പുറം പള്ളിപ്പുറത്ത് പ്രതിശ്രുത വരന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതം. കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയെന്നാണ് സൂചന. കാണാതായ ദിവസം പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറുന്നതിന്റെ CCTV ദൃശ്യം 24-ന് ലഭിച്ചു. അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു യുവാവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 7:45-നാണ് വിഷ്ണുജിത്ത് KSRTC ബസ്സിൽ കയറിയത് എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സിൽ യുവാവ് കയറിയത്. കോയമ്പത്തൂരിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘവും വാളയാർ കസബ പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ബുധനാഴ്ച 8:10-ന് കഞ്ചിക്കോട് ഭാഗത്ത് വെച്ചാണ് യുവാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് വിഷ്ണുജിത്തിന്റെ മാതാവ് 24-നോട് പറഞ്ഞു. പ്രതീക്ഷയുണ്ട്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ 2 ബാച്ചായിട്ട് പോയിട്ടുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണേ, അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. പണം സംഘടിപ്പിക്കാനാണ് യുവാവ് പാലക്കാട് പോയത്. പാലക്കാട് നിന്ന് സുഹൃത്ത് നൽകിയ 1 ലക്ഷം രൂപയും കയ്യിലുണ്ടായിരുന്നുവെന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. 24 മലപ്പുറം. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിപിൻ C. വിജയൻ, സമീർ ബിൻ കരീം, ഒപ്പം നിഖിൽ പ്രമേഷ് എന്നിവർ തത്സമയം. ആദ്യം വിപിൻ C. വിജയനിലേക്ക്. വിപിൻ, ഇപ്പോൾ ഈ കുടുംബം വലിയ വിഷമത്തിലാണ്. 5 ദിവസമായി വിഷ്ണുജിത്തിനെ കാണാതായിട്ട്. വിവാഹം നടക്കാനിരിക്കുകയാണ് ഇങ്ങനെയൊരു തിരോധാനം. കുടുംബം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? അവർക്ക് പ്രതീക്ഷയുണ്ട് അന്വേഷണത്തിൽ. ഇതിലെന്തെങ്കിലും ദുരൂഹതകളൊക്കെ അവർ സംശയിക്കുന്നുണ്ടോ? അനുജ, ഒരമ്മ മകനെ കാത്ത് വഴിക്കണ്ണുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 5-ാമത്തെ ദിവസമാണ്. വിഷ്ണുജിത്ത് എവിടെയെന്ന ഒറ്റ ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പള്ളിപ്പുറത്തെ വിഷ്ണുജിത്തിന്റെ വീട്ടിലാണ്. ഇന്നലെ ആയിരുന്നു വിഷ്ണുവിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. വലിയ ആഘോഷങ്ങളും അതുപോലെ തന്നെ ബന്ധുക്കളും അവരുടെ സംസാരങ്ങളും ഒക്കെ കളിച്ചിരികളും ഒക്കെ ആയി നിറയേണ്ട ഒരു വീടാണ് ഇന്ന് ശോകമുഖമായി ഇരിക്കുന്നത്. എവിടെയാണ് വിഷ്ണു പോയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും അവർക്കൊരു തിട്ടമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ 4-ാം തീയതി അതിരാവിലെ എണീറ്റ ഉടൻ തന്നെ ആ ഡ്രസ്സ് പോലും മാറ്റാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എങ്ങോട്ടേക്കാണെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അവർ കരുതിയത് ഈ ഒരു സമീപ പ്രദേശങ്ങളിലെ പുറത്തേക്ക് എവിടേക്കോ പോയതാണ് എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് പാലക്കാടാണ്, അതായത് ഇവിടെ നിന്നും പാലക്കാട്ടിലേക്ക് 2 മണിക്കൂറിലേറെ യാത്രയുണ്ട്. അപ്പോൾ പാലക്കാട് പോയിരിക്കുകയാണ് എന്നുള്ളത് വീട്ടുകാർ അറിയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വീട്ടുകാർക്ക് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കാണാതായിട്ട് 5 ദിവസമായിരിക്കുന്നു. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെ ആ വീട്ടുകാരിയ്ക്കുകയാണ്. അമ്മ ഇവിടെയുണ്ട്. അമ്മ, ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ 1 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും വിവരം കുടുംബത്തിലുണ്ടോ? ഇവിടെ വീട്ടില് സാമ്പത്തികം എന്ന് പറയുന്നത് കല്യാണം ആയതുകൊണ്ട് വീട് പണിയൊക്കെ ഇങ്ങനെ കുറച്ച് ചെയ്തിരുന്നു. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അവന് മാത്രമല്ല. മൊത്തത്തിൽ ഞങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നം, അല്ലാതെ കടബാധ്യതകളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവൻ പാലക്കാട്ടേക്കാണ് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ക്യാഷിന് വേണ്ടിയാ പോകുന്നതെന്നും അറിയില്ല. അവന് 1 ലക്ഷം രൂപ കിട്ടിയതായിട്ടും ഞങ്ങൾക്ക് അറിവില്ല. അവൻ്റെ ഫ്രണ്ട് ശരത്ത് പറഞ്ഞു. ഇങ്ങനെ അവനെ കാണാതായപ്പോൾ ഞങ്ങൾ ശരത്തിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു അവന് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവനിങ്ങനെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചതാണ്, 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്റ്റേഡിയം എത്തി എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു വിവരമില്ല. ഈ കോയമ്പത്തൂരോ തമിഴ്നാട്ടിലോ ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വിഷ്ണുവിനുള്ളതായിട്ട് അറിവുണ്ടോ? അല്ല, കോയമ്പത്തൂരോ ഞങ്ങൾക്കോ അല്ലെങ്കിൽ വിഷ്ണുവിനോ അങ്ങനെ ബന്ധുക്കളൊന്നുമില്ല. പിന്നെ സുഹൃത്തുക്കൾ അവന് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല, ഞങ്ങളറിവില്ല, ആർക്കും അറിയില്ല. അവിടെ ഞങ്ങൾക്ക് അങ്ങനെ ആരും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമില്ല. അന്ന് വൈകുന്നേരം തന്നെ വരാം എന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം അവിടെ ഊർജിതമായിട്ട് 2 ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അറിവ് വീട്ടുകാർക്കുണ്ടോ? ആ, പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, അവർ 2 ബാച്ചായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ KSRTC ബസ്സിൽ നിന്ന് കോയമ്പത്തൂർ ബസ്സിൽ കയറിയതായിട്ട് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. ആൾക്ക് അപായമൊന്നും പറ്റിയിട്ടില്ല. തിരിച്ചു
കൊണ്ടുതരും തന്നെയാണ് അവർ പറയുന്നത്. ഒരു വലിയ മനോവിഷമത്തിൽ തന്നെയാണ് ഈ കുടുംബം. കാരണം ഇപ്പോൾ വിഷ്ണു പോകുമ്പോൾ വലിയൊരു സാമ്പത്തിക കടബാധ്യതയൊന്നും ഈ കുടുംബത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ ഏതൊരു വീട്ടിലും ഉണ്ടാവുന്നത് പോലുള്ള ചെറിയ സാമ്പത്തിക പ്രയാസങ്ങൾ മാത്രമായിരുന്നു. ഒരു വിവാഹം നടക്കേണ്ട വീടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷേ പിന്നീട് എന്താണ് ഈ സംഭവിച്ചത് എന്നതിൽ സംബന്ധിച്ചാണ് ഒരു കൃത്യതയില്ലാത്തത്. ഇപ്പോൾ 1 ലക്ഷം രൂപ ലഭിച്ചു. അതിനുശേഷം വാഹനത്തിൽ കയറി പോകുന്നത്, KSRTCയിൽ കയറി പോകുന്നത് കണ്ടു. എന്നാൽ കോയമ്പത്തൂരിൽ മറ്റു ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉള്ളതായി വീട്ടുകാർക്ക് മറ്റു വിവരങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് വീട്ടുകാർക്ക് യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അതിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഈ കുടുംബം. കാരണം പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. അവർ ഈ വിവരങ്ങളൊക്കെ കൈമാറുന്നുണ്ട്. മറ്റ് ഏതെങ്കിലും രീതിയിൽ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചനയും ഈ കുടുംബത്തെ സംബന്ധിച്ചിട്ടില്ല. ഇവരും കാത്തിരിക്കുകയാണ് വിഷ്ണുജിത്തിന് വേണ്ടി. അനുജ. വിപിൻ, ഞാൻ തിരികെ എത്താം. സമീർ ബിൻ കരീമിലേക്ക് കൂടി പോകുന്നു. സമീർ, ഇപ്പോൾ ഇതിന്റെ അന്വേഷണം 2 സംഘങ്ങളായി തിരിഞ്ഞൊക്കെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമല്ലേ നടക്കുന്നത്? പോലീസ് ഏറ്റവും ഒടുവിലായി നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുന്നേ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്, തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി കോയമ്പത്തൂർ അതോടൊപ്പം തന്നെ മറ്റുള്ള ഇടങ്ങളിൽ വിഷ്ണുജിത്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് സംശയിക്കുന്ന 2 ഇടങ്ങളിൽ പോലീസ് പ്രധാനമായും തിരച്ചിൽ നടത്തിയെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. എന്നാൽ ആ 2 കേന്ദ്രങ്ങളിലും ഇത് വിഷ്ണുജിത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കോയമ്പത്തൂർ വിവിധയിടങ്ങളിൽ പോലീസ് തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി വിപുലമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോയ 10 പോലീസ് സംഘവും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രത്യേകിച്ച് വാളയാർ ഒപ്പം തന്നെ കസബ ഈ 2 സ്റ്റേഷനിലെ പോലീസിന്റെ കൂടി സംയുക്തമായ ഒരു തിരച്ചിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വിഷ്ണുജിത്ത് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ 4-ാം തീയതി വൈകുന്നേരം 7:45 എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ 24 എന്ന് പുറത്തുവിട്ടത്. ഈ CCTV ദൃശ്യങ്ങളിൽ വിഷ്ണുജിത്ത് ഒരു ബാഗ് ധരിച്ചതായി നമ്മളും കണ്ടിരുന്നു. എന്നാൽ ആ ബാഗ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിഷ്ണുജിത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസും വീട്ടുകാരും ഒരേ സമയം സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിഷ്ണുജിത്ത് എവിടെ നിന്നാണ് ഈ ബാഗ് വാങ്ങിയത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തിനും ഈ ബാഗ് വാങ്ങി, എവിടെ നിന്ന് ഈ ബാഗ് വാങ്ങി, എന്തായിരുന്നു ഈ ബാഗ് ആരെങ്കിലും നൽകിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നിലവിൽ പോലീസ് അന്വേഷിച്ചിരിക്കുകയാണ്. മറ്റുള്ള ഇടങ്ങളിലെ CCTV കൂടി പോലീസ് വിശദമായി തന്നെ ശേഖരിച്ചു വരികയാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ വിഷ്ണുജിത്ത് കാണാതായ ദിവസം ആദ്യഘട്ടങ്ങളിൽ പോലീസ് അങ്ങനെ കാര്യമായ ഒരു തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 24 അടക്കമുള്ളവർ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വലിയൊരു വ്യാപകമായ തിരച്ചിലിലേക്ക് ഈ കാര്യങ്ങൾ പോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ ഈ കഞ്ചിക്കോട് വെച്ച് ഈ 4-ാം തീയതി വൈകുന്നേരം 8:10 കഞ്ചിക്കോട് മേഖലയിൽ വെച്ച് ഈ യുവാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതൊരു പക്ഷേ 7:45 ഈ KSRTC ബസ്സിൽ ഈ പാലക്കാട് നിന്നും കയറി കഞ്ചിക്കോട് എത്തുന്ന സമയത്ത് മൊബൈൽ ഫോൺ അവിടെ ഇറങ്ങിയതാണോ അതല്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും പോലീസിന്റെ നിഗമനം തമിഴ്നാട്ടിലേക്ക് ഈ യുവാവ് കടന്നു. നിലവിൽ അപായമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതാണിപ്പോൾ അന്വേഷണം 2 സംഘങ്ങളായി തിരിഞ്ഞു നടക്കുന്നു. കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ്. അതിന്റെ ചില CCTV ദൃശ്യങ്ങൾ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാൻ എത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ 24 ഇന്ന് പുറത്തുവിട്ടിരുന്നു. അതിന്റെ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷിലേക്ക് ഞാൻ എത്തും ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം.